ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇങ്ങനെ ഈ ഒരു ടെയില് മെർമെയ്ഡിൻ്റെ അപ്പർ പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തു. ഇങ്ങനെയുള്ള ടെയില് നമുക്ക് എങ്ങനെ ചെയ്യാം, എന്നിട്ട് ആ ടൈല് നമുക്ക് എങ്ങനെ ഈ ഒരു മെർമെയ്ഡിൽ അറ്റാച്ച് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ടെയില് അടിപൊളിയായിട്ടുള്ള ടെയില് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നമുക്കിത് ഞാൻ 2 കളേഴ്സിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഒറ്റ കളറിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, പിന്നെ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യാന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിങ്സ് ചെയ്യാനായിട്ട്, ടെയില് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യാം, എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 പ്ലേ ആണും അതുപോലെ 4 mm ഉക്സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2.3 mm ഉക്സെറ്റോ അല്ലെങ്കിൽ 2.5 mm ഉക്സെറ്റൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസിൽ ചെയ്യുന്നതായതുകൊണ്ടാണ് 4 mm ഉക്സെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് മെഷർമെൻറ്റ് കിട്ടുന്ന വരെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനൊരു 30 സെൻറ്റിമീറ്റർ ടാപ്പിൽ ഇങ്ങനെ 30 സെൻറ്റിമീറ്റർ എത്തുന്ന വരെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. 30 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 12 ഇഞ്ച്. അപ്പോൾ ആ ഒരു ചെയിൻ സ്റ്റിച്ച് എത്തുന്ന വരെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലെങ്ത് എത്തുന്ന വരെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് ചെയ്താൽ ചില നമ്മൾ എടുക്കുന്ന ഹുക്കിൻ്റെയും അതുപോലെ നമ്മൾ എടുക്കുന്ന യാണിൻ്റെയും സൈസിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ചിലൊക്കെ കുറവും കൂടുതലൊക്കെ വരും. അപ്പം നമ്മൾ എപ്പോഴും എടുക്കുമ്പം മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് സൈസ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ഏത് വർക്ക് ചെയ്യുകയാണെങ്കിലും മെഷർമെൻറ്റ് എടുത്ത് ചെയ്യാവും ബെറ്റർ. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. 27 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 30 സെൻറ്റിമീറ്റർ അതുപോലെ 12 ഇഞ്ച് ആ ഒരു രീതിക്ക് ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് ഞാൻ ഹാഫ് DC വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചെറിയ സ്റ്റിച്ച് ആവുന്നുള്ളൂ. ഞാനിവിടെ ഹാഫ് DC ആണ് യൂസ് ചെയ്യുന്നത്. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, യാണോൾ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണോൾ ചെയ്ത് ഈ 3 ലൂപ്പും കൂടെ പുറത്തേക്ക് എടുക്കാം. നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് DC എന്നുള്ള ആ ഒരു പാറ്റേൺ ലാസ്റ്റ് ചെയിൻ എത്തുന്ന വരെ ചെയ്യുക. ലാസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു സ്ലിപ്പ് നോട്ട് ഉണ്ടല്ലോ, ഈ ഇവിടെ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള ഇതിലിങ്ങനെ നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെയിൻ ചെയ്യാം. ഹാഫ് DC ആയതുകൊണ്ടാണ് 2 ചെയിൻ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ ആണെങ്കിൽ 1 ചെയിൻ ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. 2 ചെയിൻ ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് DC തന്നെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹാഫ് DC ചെയ്യുക. എല്ലാ ചെയിനിലും ഇങ്ങനെ ഹാഫ് DC ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് 2 ചെയിൻ എത്തുന്ന വരെ, ഈ 2 ചെയിനിൽ നമ്മൾ ചെയ്യൂലേ, 2 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു 3 ചെയിൻ വരെ ചെയ്യുക. എന്നിട്ട് ഈ 2 ചെയിൻ അവിടെ ബാലൻസ് ആക്കി കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇവിടെ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഓരോ ഹാഫ് DC ചെയ്തിട്ട് ഇവിടെ 2 ചെയിൻ എത്തുന്ന വരെ 2 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ചെയിനിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 2 3rd ചെയിനിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ എത്തുന്ന വരെ ഈ ഒരു
തേർഡ് ചെയിൻ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ചെയ്യുക. ഈ ഒരു ചെയിൻ എത്തുന്ന വരെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലും നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടേക്ക് ഹാഫ് DC ചെയ്യുന്നില്ല. ഇത് നമുക്കിങ്ങനെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു വിങ്സ് ആണ്, അപ്പോൾ ടെയിലാണിത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു എഡ്ജ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ സിഗ്സാക്ക് പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഇത്ര വിട്ട് കൊടുക്കുന്നത്, 2 ചെയിൻ വിട്ടിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് അടുത്ത തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് ഇതിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ചെയ്യുക. ഇവിടെ പിന്നെ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ചെയിൻ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മൾ താഴെ വരുന്ന ഭാഗം. ഇവിടേക്ക് വരുന്ന നമ്മൾ മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് സെയിം തന്നെ ആയിരിക്കും. ഇവിടെയാണ് നമ്മളിങ്ങനെ സിഗ്സാഗ് പോലെ വിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് റൗണ്ട് നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഈ ഒരു ലാസ്റ്റ് എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ലാസ്റ്റിൽ വരെ ഹാഫ് DC ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ചെയിൻ 2 ചെയ്യാം, നമ്മൾ വർക്ക് ടേൺ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഈ 2 സ്റ്റിച്ചിൻ്റെ തേർഡ് സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. തേർഡ് സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് ഈ സ്റ്റിച്ച് മാർക്കറിൻ്റെ ഇവിടെ വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച അവിടെ നമുക്കൊരു ഹാഫ് DC ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യാണ്. ഇവിടുന്ന് തന്നെ ചെയിൻ 2 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യാണ്. പിന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. ഓരോ ഹാഫ് DC വീതം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളതിൽ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിം കളർ തന്നെ ആണെങ്കിൽ യാണ് കട്ട് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ചെയിൻ 1 ചെയ്തിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്യാണ്. യാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഹുക്ക് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ സെയിം കളറാണെങ്കിൽ യാണ് കട്ട് ചെയ്യേണ്ട, ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പർപ്പിൾ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആണ് നമ്മൾ ടൈലൻറ്റും കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു യാണും ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡാക്കി കൊടുക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ തൂങ്ങി നിൽക്കും. പിന്നെ അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഊരി പോരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് യാണിങ്ങനെ പിടിക്കുക. ശേഷം ഇങ്ങനെ നമുക്ക് ഹാഫ് DC ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡായി പോവും, കാണുമൊന്നുമില്ല. അധികം യാൺസ് ഉണ്ടെങ്കിൽ യാണിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് കുറച്ച് ചെയ്തിട്ട് ബാക്കി ബാലൻസ് അത് കട്ട് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ തന്നെ അത് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് സ്റ്റിച്ചസ്
കുറയ്ക്കാനുള്ളത്. അപ്പോൾ 1 2 തേർഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അല്ല സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. തേർഡ് ചെയിനിലാണ് സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ടത്. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ എത്തുന്ന വരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡിസൈനുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഹൈഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ബാക്ക് സൈഡിലും കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡിസൈൻ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലും നമുക്കൊരു ഹാഫ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമുക്ക് ആ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഓരോ ഹാഫ് ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടുന്ന് ഇതുവരെ നമുക്ക് ഓരോ ഹാഫ് ഡിസൈൻ ചെയ്യുക. പിന്നെ വീണ്ടും ചെയിൻ 2 ചെയ്ത് വർക്ക് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. തേർഡ് ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ചസ് കുറച്ച് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടേക്കുള്ള ലെങ്ത്തും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. നമ്മളിവിടെ 30ലാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 30 ഫസ്റ്റ് 30 കിട്ടി. പിന്നെ അത് 2 എണ്ണം വിട്ടാകുമ്പോൾ 28ലാണ്. പിന്നെ അത് 27 ആയിട്ട് കുറഞ്ഞ് അതിങ്ങനെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് വരുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പം ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ സ്റ്റിച്ചസ് ഉണ്ടോ കുറഞ്ഞ് കുറഞ്ഞ് ഇത്ര വരെ വരും. ഇതെന്ന് പറയുന്നത് 2 ഇഞ്ച് എത്തുന്ന വരെ. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ എത്തുന്ന വരെ നമുക്കിങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പിന്നെ കളറ് 2 കളർ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒറ്റ കളറാണെങ്കിൽ കട്ട് ചെയ്യാതെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല, തൂങ്ങിക്കെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ 2 ഇഞ്ച് എത്തുന്നവരെ നമുക്ക് ഈ ഒരു ഇത് എത്തുന്നവരെ നമുക്കിങ്ങനെ ഈ ഒരു പാറ്റേൺ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇത് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡിസൈൻ ചെയ്യുക. പിന്നെ ഇവിടുന്ന് ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. വീണ്ടും ഓരോ ഹാഫ് ഡിസൈൻ ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിലൊരു ഹാഫ് ഡിസൈൻ ചെയ്യുക. പിന്നെ അവിടുന്ന് ചെയിൻ 2 ചെയ്യുക. അത് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇങ്ങനെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് എത്തുന്ന വരെ ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ 2 സ്റ്റിച്ച് കുറച്ച് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് നമുക്കിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം പാറ്റേൺ ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഒന്നും കൂടി ചെയ്തെടുക്കണം. സെയിം പാറ്റേൺ ഇതുപോലെ 2 എണ്ണം നമ്മൾ ചെയ്തെടുക്കണം. ഇവിടെ ഒന്ന് ചെയ്തു, സെയിം തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്യുക. സെയിം വലുപ്പത്തിൽ തന്നെ നമ്മൾ ഇതേ സെയിം പാറ്റേൺ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് തമ്മിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുക. സെക്കൻഡ് വൺ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാതെ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് പിടിച്ചിട്ട്, അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഈ ഒരു ഹുക്കിലാണ് ഈ ഒരു യാണിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അടുത്ത ചെയിനിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്താലും മതി. ഞാൻ ഇവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമുക്കിത് ഒന്നിച്ച് പിടിച്ചിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു പിങ്കിലും ഈ ഒരു രണ്ട് കളറിലും ആഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോഴേ അത് ജോയിൻ്റ് ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് അല്ലെങ്കിൽ സ്ലീപ്പ് സ്റ്റിച്ച് ഏതെങ്കിലും ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ലാസ്റ്റ് വരെ ചെയ്തപ്പോൾ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നല്ല ഭാഗം. ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ഭാഗം ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്തിട്ട് നമുക്ക് യാണ് കട്ട് ചെയ്യാം. യാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഹുക്ക് വലിച്ച് ഈ യാണ് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ സൈസിലാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അടിഭാഗമാണ്. ഇങ്ങനെ സിഗ്സാഗ് പോലെ വരുന്ന ഭാഗം അടിഭാഗമാണ്. ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇയാളിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വലിയ സൈസിലുള്ള ഒരു ടെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ സൂചിയിൽ ഈ ഒരു യാണ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഈ ഭാഗമായാലും കുഴപ്പമില്ല, അപ്പോൾ ഈ ഭാഗത്തു നിന്നായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നൂലിങ്ങനെ കോർത്തിട്ട് കോർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ടൈലൻഡ് ഈ ഒരു ഇതും കൂടി കൂട്ടിയിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അങ്ങനെ ഊരി പോരാ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വലിക്കുമ്പോൾ ആ ഒരു ഭാഗം ഊരി പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കെട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുന്ന എല്ലാ സ്റ്റിച്ചിലും നമുക്കിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വലിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ തന്നെയാണിത്. നമ്മൾ ഇതിലാകെ യൂസ് ചെയ്തിട്ടുള്ളത് മെർമെയ്ഡ് ചെയ്യാൻ ഡബിൾ ക്രോഷയും ഹാഫ് ഡബിൾ ക്രോഷയും സിംഗിൾ ക്രോഷ അങ്ങനെയുള്ള സ്റ്റിച്ചസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിന് വരെ ഇത് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് എനിക്ക് ഓർഡർ വരുന്നതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓർഡർ വരുമ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ എടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടോ ഓഫ്ലൈനിലായിട്ടോ ക്രോഷ്യയുടെ ക്ലാസ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നമ്മളെ ഈ ഒരു ചാനൽ അയച്ചു കൊടുക്കുക. അപ്പോൾ ചാനൽ കണ്ടിട്ടും മനസ്സിലാവുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ വഴി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളെ ഓരോ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത് ഞാൻ അതിനനുസരിച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റിലൂടെ അറിയിച്ചാൽ ഇതുപോലെ ഓർഡർ വരുമ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്.
അപ്പോൾ നമുക്കിത് ഇങ്ങനെ കോർത്ത് കൊടുക്കാം. ഇങ്ങനെ കോർത്തിട്ട് ഞാനിതാ ഈ ഒരു ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ലാസ്റ്റിലേക്കും എടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടോ, ഈ ഒരു യാണ് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഈ ഒരു ഇവിടെ ഭാഗം ചെറുതായി വരും. ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വിങ്സ് ഇങ്ങനെ ടെയിലിങ്ങനെ മെർമെറിൻ്റെ ടെയിലിങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മെർമെഡിലേക്ക്, നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മെർമെഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ എടുത്ത ആ മെർമെഡൊക്കെ ഞാൻ കൊടുത്ത്, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് എടുക്കാൻ നിങ്ങൾക്കറിയാലോ കുറച്ച് ടൈം വേണം. അപ്പം ഇത് വേറൊരു മെർമെയ്ഡ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു മെർമെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെൽ സ്റ്റിച്ച്, ക്രോക്കഡൈൽ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. 2 കളേഴ്സിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടെയിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കുക. ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ കറക്റ്റാണോ നോക്കുക. ഇവിടെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഞാൻ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ടെയിലിലും എടുക്കുക, പിന്നെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് എടുത്ത് കൊടുക്കുക. ഇത് നല്ലോണം വലിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും ടെയിലിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു അപ്പർ പാർട്ടിലേക്കും ഹുക്ക് ഇൻസേർട്ട് യാണ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ടെയിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡായി പോവും. ഈ ഒരു ഭാഗം നമുക്ക് ടെയിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഈ ഒരു ടെയിൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, ഊരി പൂവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത ആ ഒരു ടെയിൽ എൻഡിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കാണാം. ആ ഒരു ഭാഗത്ത് നമുക്ക് അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം. ഒരു സെക്യൂറിന് വേണ്ടി ചെയ്യാണ്, ഊരി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ടെയിലിൻ്റെ അധികം എടുത്തിട്ട് യാണ് കട്ട് ചെയ്യാം. ഈ ഒരു യാണുണ്ടല്ലോ, ഈ ഒരു യാണ് നമുക്ക് ഇങ്ങനെ ഉള്ളിലൂടെ എടുത്തിട്ട് ഉള്ളിലൂടെ ഇങ്ങനെ ഹുക്ക് എടുക്കുക. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് എടുക്കുക. ഇവിടെ തുഞ്ചം വെച്ച് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഊരി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു യാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം. ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം നമുക്കിത് ഇവിടുന്ന് ഏതെങ്കിലും യാണിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ യാണിൻ്റെ കൂടെ ഒന്ന് കൂട്ടി കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നിങ്ങനെ ഊരി പോവാതൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ചെയിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നോട്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് യാണിങ്ങനെ ഞാൻ നേരത്തെ കട്ട് ചെയ്യാത്തതുകൊണ്ട് ആ യാണിങ്ങനെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെയിൽ ഇവിടെ അടിപൊളിയായിട്ട് അറ്റാച്ചായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ടൈൽ ഇവിടെ നല്ല വൃത്തിയിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.